കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് 365 ദിവസവും ഇംഗ്ലീഷിന് വേണ്ടി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബീയിങ് ഡൺ. പാസീവ് വോയിസ് ഇഫക്റ്റ് കിട്ടുന്ന ജെറൻഡ് ഫോമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബുക്സ് മേടിച്ചിട്ടുള്ള സ്റ്റുഡൻസ്, അതുപോലെ PDF ഫയൽസ് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസ് ഫസ്റ്റ് ലെവൽ PDF ഫയൽസിൽ നമുക്ക് പേജ് നമ്പർ 7 ഇതിനോട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. നല്ല ഐഡിയ ലഭിക്കുന്നതിന് വേണ്ടി ബുക്കും കൂടി വെച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പുതിയ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ്. ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത് അതിനോട് കണക്ട് ചെയ്ത് ഒരു കോൺവെർസേഷൻ മെത്തേഡ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ച ടോപ്പിക്സ് എല്ലാം കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടിയിട്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് 3000 നിന്നും സെലക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളുടെ കളക്ഷൻ, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബീയിങ് ഡൺ എന്ന ടോപ്പിക്കിലേക്ക് കടക്കാണ്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം 10 സെക്കൻഡ് മാത്രം പറയുന്നു. IELTS ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ഇപ്പോഴത്തെ പ്രത്യേക സിറ്റുവേഷനിൽ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ നമുക്ക് IELTSനൊക്കെ വേണ്ടി നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അതിന് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. ബീയിങ് ഡൺ, ഇതാണ് ടോപ്പിക്. അപ്പം അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും അവസാനം ഒരു ചോദ്യം സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ടായിരിക്കും തൊട്ടടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ആക്കുന്നതിനും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ റേഞ്ച് എന്തോരമാണ്, എങ്ങനെയാണ് നമുക്ക് വ്യത്യാസം വരുത്തേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഏത് റേഞ്ചിലുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വീഡിയോയുടെ ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിനുള്ള ആൻസർ അയക്കുന്നുണ്ട്. പലവരും കുറച്ചും കൂടിയും കൂടുതൽ ആഗ്രഹിക്കുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് കടക്കാണ്. ഉപദേശിക്കപ്പെടുന്നത് രസമുള്ള കാര്യമല്ല എന്ന സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം എന്നുള്ളതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആൻസർ ഇതാണ്: ബീയിങ് അഡ്വൈസ്ഡ്. ഇത് ജെറൻഡ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാസീവ് വോയിസ് ഇഫക്റ്റ് കിട്ടുന്ന ജെറൻഡ് ഫോം. ഇപ്പോൾ ജെറൻഡ് ഫോമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ബീയിങ് അഡ്വൈസ്ഡ് എന്നതാണ് ഇവിടെ നൗൺ ആയിട്ട് വന്നിരിക്കുന്നത്. ജെറൻഡ് ഫോം ആണിത്. നമുക്കറിയാം ഏതൊരു പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നൗണിലായിരിക്കണം. ഓക്കെ, അത് പാസീവ് വോയിസ് ആണെങ്കിലും ആക്റ്റീവ് വോയിസ് ആണെങ്കിലും. പാസീവ് വോയിസ് ആണെങ്കിൽ ഒബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഇത് രണ്ടും സബ്ജക്റ്റ് ആണെങ്കിലും ഒബ്ജക്റ്റ് ആണെങ്കിലും അതൊരു നൗൺ ആയിരിക്കണം. അപ്പോൾ ഇതൊരു ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഇത് പാസീവ് വോയിസ് സെന്റൻസ് അല്ല, ഇത് ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് ഇൻട്രസ്റ്റിംഗ് അല്ല. ഏത് ഇൻട്രസ്റ്റിംഗ് അല്ല? ഈ ഒരു സംഭവം. അപ്പോൾ ബീയിങ് അഡ്വൈസ്ഡ് എന്ന ഈ ഫോം പാസീവിന്റെ ഫോം ആണെങ്കിലും ഈ ടോട്ടൽ സെന്റൻസ് ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ബീയിങ് അഡ്വൈസ്ഡ് എന്നത് ഇവിടെ നൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതെങ്ങനെയാണ് വന്നത് എന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സെന്റൻസ് പറയാണ് മലയാളത്തിൽ. പാചകം ചെയ്യൽ രസകരമാണ്. പാചകം ചെയ്യുന്ന കാര്യം രസകരമാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പാചകം ചെയ്യുക എന്നത് നമുക്കറിയാം വെർബ് എന്താണ്. പാചകം ചെയ്യുക എന്ന വെർബ് എന്താണ്? കുക്ക് എന്നതാണ് വെർബ്. കുക്ക് എന്നത് നമ്മൾ ആഡ് ചെയ്തു, കുക്ക്. നമുക്കറിയാം ഒരു സെന്റൻസ് സബ്ജക്റ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസ് ആണെങ്കിലും പാസീവ് വോയിസ് ആണെങ്കിലും അത് നൗൺ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുക്ക് എന്ന വാക്ക് നമ്മുടെ ഉള്ളൂ, അത് വെർബാണ്. നമുക്ക് ഈ വെർബിനെ നൗൺ ആക്കി മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ജെറൻഡ് ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ജെറൻഡ് ഫോം ആക്കാൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കറിയാം ഒരു വെർബിന് 4 ഫോംസ് ഉണ്ട്: പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം. അതായത് കുക്ക് എന്ന വെർബിന്റെ 4 ഫോംസ് നോക്കുകയാണെങ്കിൽ കുക്ക്, കുക്ക്ഡ്, കുക്ക്ഡ്, കുക്കിംഗ്. ഈ 4ാമത്തെ ഫോമിനെ പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം എന്നാണ് പറയുക. പ്രസന്റ് പാർട്ടിസിപ്പൽ ഫോം, ING ഫോം എന്നും പറയാറുണ്ട്.
ഈ ING ഫോമിന്റെ സാദൃശ്യമുള്ള, ING ഫോം അല്ല ഇവിടെ ഉപയോഗിക്കേണ്ടത്, ING ഫോമിന്റെ സാദൃശ്യമുള്ള മറ്റൊരു വാക്കാണ് ജെറൻഡ് ഫോം. അപ്പോൾ ജെറൻഡ് ഫോമും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമും സെയിം ആണോ? കാഴ്ചയിൽ ഒരേപോലെ, പക്ഷെ രണ്ടും രണ്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജെറൻഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ കണ്ടാൽ മതി, അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ വെർബിനെ എന്താക്കി മാറ്റി? നൗൺ ആക്കി മാറ്റി. വെർബിനെ നൗൺ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്തത്? വെറുതെ ING ഫോം ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്താണ്? ഇത് ജെറൻഡ് ഫോം ആണ്, നൗൺ ആണ്. അപ്പോൾ നമുക്ക് ഈ സെന്റൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു സെന്റൻസിൽ കുക്കിംഗ് എന്ന വാക്ക് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുക്കിംഗ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എങ്ങനെ പറയാം? കുക്കിംഗ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കുക്കിംഗ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ നമ്മളിവിടെ ഇത് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കൊരു സെന്റൻസ് നമുക്ക് കിട്ടി, കുക്കിംഗ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഇതിൽ ഈ കുക്കിംഗ് എന്നത് പകരം ഇറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ സെന്റൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. ഏത്? കുക്കിംഗ് എന്ന സംഭവം, കുക്കിംഗ്. അപ്പോൾ ഇറ്റ് എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ് കുക്കിംഗ് എന്ന വാക്കവിടെ വരുന്നത്. ഓക്കെ, ഇറ്റ് എന്നത് പ്രോ നൗൺ ആണെങ്കിൽ ഇവിടെ ഇത് ജെറൻഡ് ഫോം ആണെന്ന് മാത്രം, അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ പാചകം ചെയ്യൽ രസകരമാണ്, കുക്കിംഗ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഒരു ഫുൾ സ്റ്റോപ്പും ഇട്ടു, സെന്റൻസ് ക്ലിയർ ആയി. അപ്പം ഇതിൽ ഉപദേശിക്കൽ രസകരമാണെന്ന് നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഉപദേശിക്കൽ എന്നുള്ളത് നമുക്കറിയാം, ഇവിടെ അഡ്വൈസ് എന്ന വെർബ്. ഓക്കെ, അഡ്വൈസ് എന്ന വെർബിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇതിനെ നമ്മൾ ING ഫോം ആഡ് ചെയ്തു. അഡ്വൈസിങ്, അഡ്വൈസിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. സോറി, അഡ്വൈസിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഫസ്റ്റ് വേർഡ് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്തു. അഡ്വൈസിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഉപദേശിക്കൽ രസകരമായ കാര്യമാണ്. നമുക്കറിയാം, മറ്റുള്ളവർ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും രസമുള്ള കാര്യമാണ് അല്ലേ? ഈ ഉപദേശിക്കപ്പെടുന്നതാണ് വലിയ താല്പര്യമില്ലാത്ത കാര്യം നമുക്ക് അല്ലേ? അപ്പോൾ ഉപദേശിക്കൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതേ സബ്ജക്റ്റ് ഇവിടെ നമ്മൾ നോർമൽ ആക്റ്റീവ് വോയിസ് ഫോം എന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ഇവിടെ നമ്മൾ ഉപദേശിക്കപ്പെടൽ എന്നാക്കുമ്പോൾ ആ ജെറൻഡ് ഫോമിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ബി എന്ന ഫോം ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പാസീവ് വോയിസിന്റെ ഒരു ബേസിക് തിയറി നമുക്ക് അറിയണം. എങ്ങനെയാണ് പാസീവ് വോയിസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? ഒരു സെന്റൻസിൽ പാസീവ് വോയിസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെർബിന്റെ തേർഡ് ഫോം മാത്രമേ നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെർബിന്റെ തേർഡ് ഫോം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അത് ഉപയോഗിച്ചു. അതിനു മുമ്പ് ബിയുടെ ഫോം ഉപയോഗിക്കണം, ബിയും ഉപയോഗിച്ചു. ജെറൻഡ് ആക്കാൻ നമ്മൾ ബിയുടെ റൂൾസ്, നമ്മൾ ജെറൻഡ് റൂൾ എന്താ? ബി എന്ന വെർബിന്റെ കൂടെ ING ഫോം ആഡ് ചെയ്യണം. അപ്പൊ ബീയിങ് അഡ്വൈസ്ഡ് എന്നത് എന്താണ്? ജെറൻഡ് ഫോം ആണ്, പാസീവ് വോയിസ് ഇഫക്റ്റ് ഉള്ള ജെറൻഡ് ഫോം. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലിയർ ആയി. ഉപദേശിക്കപ്പെടൽ രസമുള്ള കാര്യമല്ല. ബീയിങ് അഡ്വൈസ്ഡ് ഈസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. സെന്റൻസ് ക്ലിയർ ആണ്. ഇനി ഈ ഒരു സെന്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് പോസിറ്റീവ് സെൻസ് ആക്കാനും നെഗറ്റീവ് സെൻസ് ആക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. ഏത് സെൻസ് കിട്ടിയാലും നമുക്ക് അതിനെ പോസിറ്റീവും നെഗറ്റീവും അതുപോലെ ക്വസ്റ്റ്യൻ ആക്കാനൊക്കെ സാധിക്കണം. ഇത് പോസിറ്റീവ് ആണ്, ഇതിനെങ്ങനെ നെഗറ്റീവ് ആക്കാം? അഡ്വൈസിങ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്, ഇവിടെ ഷോർട്ട് ആക്കാം ഈസിൻറ്റ്. അഡ്വൈസിങ് ഈസിൻറ്റ് ഇൻട്രസ്റ്റിംഗ്. ക്വസ്റ്റ്യൻ എങ്ങനെ ആക്കാം? ഈസ് അഡ്വൈസിങ് ഇൻട്രസ്റ്റിംഗ്, ഈസ് അഡ്വൈസിങ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഒരു ഗ്യാപ്പില്ല. ഈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് വരെ നമ്മൾ നിർത്തണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അതുപോലെ സെന്റൻസിന് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇതൊക്കെ നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ യുവിന് പകരം വെറുതെ യു എന്ന വാക്ക് മാത്രം ആഡ് ചെയ്യരുത്. YOU അത് തന്നെ ആഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം. കാരണം അത് നമ്മൾ ഷോർട്ട് ഫോംസ് ഒക്കെ അങ്ങനെ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ യു മാത്രം എഴുതുന്നവരുണ്ട്. അതൊക്കെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ സീരിയസ് ആയിട്ട് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് യുവിന് പകരം നമ്മൾ ആ വെറുതെ യു മാത്രം ആഡ് ചെയ്യും. ഇപ്പോൾ YOU അങ്ങനെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പിംഗ് സ്പീഡൊക്കെ പോകും. അതുപോലെ നമ്മൾ എഴുതുമ്പോൾ കുറേ മിസ്റ്റേക്സുകൾ വരും. ഷോർട്ട് ഫോംസ് എന്നുള്ള രീതിയിൽ നമ്മൾ വാട്സപ്പ് മെസ്സേജിലൊക്കെ നമ്മൾ ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാറുണ്ട്. തെറ്റായ രീതിയാണത്. അതൊരു 80-85 വയസ്സിന് ശേഷം നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലി ചെയ്യാനില്ല, നമ്മുടെ ടൈം നമുക്ക് പിന്നെ നമുക്ക് വളരെ കുറവാണ് ടൈം. ആ സമയത്ത് നമുക്ക് ഈ ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതുവരെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്താ? ഒരിക്കലും നിങ്ങൾ വെറുതെ ഇങ്ങനെ യു എന്ന് എഴുതരുത്. നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ടത്? YOU ഇങ്ങനെ തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തരുത്. ഇനി നമുക്ക് അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് സെൻസ് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് സെൻസ് എന്താ? അഡ്വൈസിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. നെഗറ്റീവ് എന്താണ്?
അഡ്വൈസിങ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് അഡ്വൈസിങ് ഇൻട്രസ്റ്റിംഗ്? ഉപദേശിക്കൽ രസമുള്ള കാര്യമാണോ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. ബീങ് അഡ്വൈസ്ഡ് ഇസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. പിന്നെ പോസിറ്റീവ് സെൻസ് എങ്ങനെ ആക്കാൻ പറ്റും? നോട്ട് ആൻഡ് എടുത്ത് കളയാം. ബീങ് അഡ്വൈസ്ഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഉപദേശിക്കപ്പെടൽ വളരെ രസമുള്ള കാര്യമാണ്. ഇതിൻ്റെ ചോദ്യം എന്താ? ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്? ഇപ്പം ഇത് നമുക്ക് പരിചയമുള്ള സെൻറ്റൻസ് അല്ല, നമുക്ക് കേട്ട് പരിചയമില്ല. നമുക്ക് പരിചയമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു 5 പ്രാവശ്യം പറയണം. ഞാൻ ആ ചോദ്യം യെസ് ആൻസറും നോ ആൻസറും അവിടെ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമുക്കിവിടെ ചോദ്യം കാണാൻ പറ്റും. ഉപദേശിക്കപ്പെടുന്നത് രസമുള്ള കാര്യമാണോ? ഇസ് ബീങ് അഡ്വൈസ്ഡ് എന്നതിന് ശേഷം വീണ്ടും ഒരു ഈസ് ഉപയോഗിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടത്. ഒരു 5 പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ സെൻറ്റൻസുമായി പരിചയം വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സെൻറ്റൻസ് കേട്ടാൽ നമുക്കത് പ്രോബ്ലം വരില്ല. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്. ഉപദേശിക്കപ്പെടുന്നത് രസമുള്ള കാര്യമാണോ? ഓക്കെ, അപ്പോൾ അതിന് ആൻസർ പറയുമ്പോൾ യെസ് ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഈസ് എന്നുള്ളത് നമുക്ക് ഷോർട്ട് ആക്കാം, ഇറ്റ്സ് എന്നാക്കണം. ഓക്കെ, ഇറ്റ് അപ്പോസ്ട്രഫി യെസ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ ഈ ഇറ്റ് എന്താണ്? ബീങ് അഡ്വൈസ്ഡിന് പകരമാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഇറ്റ് എന്ന പ്രോനൗൺ ഉപയോഗിച്ചത്. സോ ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്? യെസ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി നോ ആൻസർ ആണെങ്കിൽ നമ്മൾ പറയേണ്ടത് നോ. ഒന്നുകിൽ ഇവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട്, ഒന്നുകിൽ ഇറ്റും ഈസും ഷോർട്ട് ആക്കാം, എന്നിട്ട് നോട്ട് ആഡ് ചെയ്യാം. ഇറ്റ്സ് നോട്ട് അല്ലെങ്കിൽ ഇറ്റ് ഈസിൻറ്റ്. അങ്ങനെ 2 രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴും ഫസ്റ്റ് തന്നെ മിക്സ് ആക്കി കളയാം, അത് നല്ലത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനായി, യെസ് ആൻസറായി, നോ ആൻസറായി. ഇനി നമ്മൾ ക്ഷമയോടുകൂടി 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. പണിയെടുക്കാതെ നമുക്ക് ഫ്ലുവൻസി ലഭിക്കില്ല. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാതെ, സമയം ചിലവാക്കാതെ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഇംഗ്ലീഷിന് വേണ്ടി സ്ഥിരമായി ചിലവാക്കി കഴിഞ്ഞാൽ ലാംഗ്വേജിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കും. ഓക്കെ, അത് 2 മാസം 3 മാസം കഴിയുമ്പോൾ ലാംഗ്വേജിൽ വന്ന ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇസ് ബീങ് അഡ്വൈസ്ഡ് വെരി ഇൻട്രസ്റ്റിംഗ്? യെസ്, ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നോ, ഇറ്റ്സ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. Is being advised very interesting? Yes, it's very interesting. No, it's not very interesting. ഇങ്ങനെ ഒരു 5 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിചയമായി സെൻറ്റൻസ് പറയുന്നത് നമുക്ക് പരിചയം കിട്ടി. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പല സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്കറിയാം, തിയറി അറിയാം, പക്ഷെ ഉപയോഗിക്കാൻ പറ്റണില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ആ ഒഴുക്ക് കിട്ടണില്ല. ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് എ ലേണിംഗ് സ്കിൽ. ലേണിംഗ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രാക്ടീസ് വേണം. ഡ്രൈവിംഗ് ഡെവലപ്പ് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. ഓക്കെ, സ്വിമ്മിങ് പ്രാക്ടീസ് വേണം, സ്പീക്കിംഗ് പ്രാക്ടീസ് വേണം, റൈറ്റിംഗ് പ്രാക്ടീസ് വേണം. ഓക്കെ, ലേണിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്രാക്ടീസ് വേണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ടോപ്പിക്കിനെ കുറിച്ച് ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമ്മൾ കോൺവെർസേഷൻ എന്ന രീതിയിൽ, ഈ കോൺവെർസേഷനും അതുപോലെ ഓക്സ്ഫോർഡ് 3000 സെന്റൻസുകളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ആഡ് ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ സിമ്പിൾ ടോപ്പിക്സ് ആണെങ്കിൽ പോലും നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോൺവെർസേഷൻ വീഡിയോസും അതുപോലെ ഓക്സ്ഫോർഡ് 3000 വീഡിയോസൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ കോൺവെർസേഷൻ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല ടോപ്പിക്കുകൾ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു കോൺവെർസേഷൻ കാണാം. റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡിലൂടെയാണ്. കോൺവെർസേഷൻ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയട്ടെ. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഓരോ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പല ടോപ്പിക്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. 200ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ തന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അഡ്ജക്റ്റീവ്സ്, നൗൺസ്, അങ്ങനെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ ടഫായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമുക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ലഭിക്കില്ല പല ടോപ്പിക്സ് കാണുമ്പോൾ. ഐഡിയ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് PDF ഫയൽസ് അല്ലെങ്കിൽ ബുക്സ് ഒക്കെ വാങ്ങിക്കാൻ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ മടി കാണിക്കരുത്. നമുക്ക് പിന്നെ ആവുന്ന രീതിയിൽ മാറ്റി വയ്ക്കരുത്. കാരണം പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ PDF ഫയൽസ് വാങ്ങി ഏറ്റവും ഫാസ്റ്റായിട്ട് ടോപ്പിക്സ് ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി പ്രാക്ടീസ് ആരംഭിക്കുക. ഓക്കെ, PDF ഫയൽസ് നിങ്ങൾക്ക് അറിയാം, വീഡിയോ കാണുന്നതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വീഡിയോയുടെ ഒപ്പമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്.
ഇപ്പോൾ മൊബൈലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ PDF ഫയൽസ് ആണ് ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ PDF ഫയൽസ് വെച്ചിട്ടാണ് നമുക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ബുക്സ് ഒക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് ബുക്സ് അയക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിങ്ങൾ ഏറ്റവും ടൈം വേസ്റ്റ് ആക്കാണ്ട് നിങ്ങൾ PDF ഫയൽസ് ഒക്കെ വേഗം വാങ്ങാൻ നോക്കുക, എന്നിട്ട് പ്രാക്ടീസ് ആരംഭിക്കാം. അതുപോലെ പല ടോപ്പിക്സും സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് 100 ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസ് ചോദിക്കുമ്പോൾ നമുക്കൊരു വീഡിയോ ആണ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. PDF ഫയൽസ് വാങ്ങി അതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക സമയം കിട്ടുന്ന സമയത്തൊക്കെ. പരമാവധി ഒരു വീഡിയോ അല്ലെങ്കിൽ 2 വീഡിയോ, ഒരു വീഡിയോ എന്തായിരുന്നാലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, 2 or 3 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ടൈം നമുക്ക് ചിലപ്പോൾ കിട്ടുന്നില്ല. പിന്നെ എല്ലാം സ്റ്റുഡൻസിൻ്റെ അടുത്തും പറയാം, നിങ്ങൾ ഓരോ വീഡിയോയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ നിങ്ങൾ അയക്കണം, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ അയക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ഞങ്ങൾ ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോ ആയിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ്. 1 or 2 വീഡിയോസ് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആക്കുന്ന വീഡിയോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ അയച്ചോ, പരമാവധി ഞങ്ങൾ അതിന് മറുപടി തരുന്നതായിരിക്കും. എല്ലാവർക്കും മറുപടി എപ്പോഴും തരാൻ സാധിക്കില്ല, 1 or 2 വ്യക്തികൾക്കാണ് ഒരു ദിവസം മറുപടി കൊടുക്കാൻ സാധിക്കുള്ളൂ. പരമാവധി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മെസ്സേജുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കും. ഓക്കെ, അവർക്ക് കൂടുതൽ ഡൗട്ട്സ് ഉണ്ടോ, 1 or 2 ഡൗട്ട്സ് എങ്കിലും അവരെ ക്ലിയർ ആക്കി കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു A-B കോൺവെർസേഷൻ ആണ്. നമ്മുടെ റിയൽ ലൈഫിൽ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ, ഇങ്ങനെയാണോ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് പല ടോപ്പിക്സ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കുകയാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നിയമം ഉപയോഗിക്കുന്നുണ്ടോ, കൃത്യമായി സെന്റൻസർ ഉപയോഗിക്കേണ്ടതുണ്ടോ, ഗ്രാമർ ഉപയോഗിക്കണോ സംസാരിക്കുന്ന സമയത്ത്, ഇതിനൊക്കെയുള്ള ആൻസറാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീഡിയോസിൽ എല്ലാ വീഡിയോയിലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, പുതിയ വീഡിയോസിലെല്ലാം. A-Bയോട് ചോദിക്കുകയാണ്, A റെഡ്, B ഗ്രീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സുഹൃത്തിനോട് ചോദിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നമ്മളാണ് A. Bയോട് ചോദിക്കുകയാണ്, സുഹൃത്തിനോട് ചോദിക്കുകയാണ്, ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം B സുഹൃത്ത് ആൻസർ പറയാണ്, യെസ്, സഹായിച്ചിട്ടുണ്ട് എന്ന ആൻസർ പറയാണ്. ഇപ്പം വീണ്ടും നമ്മൾ ചോദിക്കുകയാണ്, എത്ര തവണ നീ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ട്? ഹൗ മെനി ടൈംസ് ഹാവ് യു ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്സ്? B ഉത്തരം പറയാണ്, ഐ ഹാവ് ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് മെനി ടൈംസ്. കണ്ടമാനം പ്രാവശ്യം, പല പ്രാവശ്യം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ വരേണ്ടത്, ഐ ഹാവ് ഇത് ഷോർട്ട് ഫോം ആക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഷോർട്ട് ഫോം ആക്കാം. കാരണം ഇവിടെ ഇത് ഓക്സ് വെർബാണ്, ഇത് വെർബല്ല, ഇവിടെ ഓക്സ് വെർബാണ്. ഐ ഹാവ് എ മൊബൈൽ, എനിക്കൊരു മൊബൈൽ ഉണ്ട് എന്ന സെന്റൻസ് നമുക്ക് ഐവ് എ മൊബൈൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവിടെ ഹാവ് എന്നത് ഡു പ്ലസ് ഹാവ് ആണ്. പല വീഡിയോസ് നിങ്ങൾ കാണണം, എന്നാലാണ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഡു പ്ലസ് ഹാവ് ആയതുകൊണ്ട് നമുക്ക് ഐ ഹാവ് എ മൊബൈലിന് ഐവ് എ മൊബൈൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഇവിടെ നമുക്ക് തേർഡ് ഫോം ആണ്, വെർബിന്റെ തേർഡ് ഫോം ആണ് ഇത്. അപ്പോൾ ഇത് ഓക്സ് വെർബ് ആണ്, ഹാവ്. അപ്പോൾ ഇത് ഷോർട്ട് ഫോം ആക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോർട്ട് ഫോം ആക്കാണ് ഐവ്, I'(VE), ഐവ്. അപ്പോൾ ഇവിടെ ഹൗ മെനി ടൈംസ് ഹാവ് യു ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്സ്? എത്ര തവണ നിന്റെ സുഹൃത്തുക്കളെ നീ സഹായിച്ചിട്ടുണ്ട്? ഐ ഹെൽപ്പ് മൈ ഫ്രണ്ട്സ് മെനി ടൈംസ്, പല പ്രാവശ്യം സഹായിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് അവരുടെ അടുത്ത്, ഹാവ് യു എവർ ഇൻസൾട്ടഡ് യുവർ ഫ്രണ്ട്സ്? ഹാവ് യു എവർ ഇൻസൾട്ടഡ് ദം? ഇവിടെ ദം എന്ന് ആഡ് ചെയ്യാം, പ്രോനൗൺ യൂസ് ചെയ്യാം. നമ്മൾ പരമാവധി ഷോർട്ട് ഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന രീതിയും കൂടി പഠിക്കുകയാണ്. അപ്പോൾ ഷോർട്ട് ഫോംസ് ആക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫ്ലുവൻസി കൂടും. സംഭാഷണത്തിൻ്റെ ഒഴുക്ക് കൂട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോനൗൺസ് ഒക്കെ. അപ്പോൾ അത് നമ്മൾ ഹാവ് യു എവർ ഇൻസൾട്ടഡ് ദം? നീ എപ്പോഴെങ്കിലും അവരെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ദം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരെക്കുറിച്ചാണ് പറയണേ. അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനെ കുറിച്ച്. അപ്പോൾ അത് ഇവിടെ ഹാവ് യു എവർ ഇൻസൾട്ടഡ് യുവർ ഫ്രണ്ട്സ് എന്നതിന് പകരമാണ് ദം. അപ്പോൾ നമ്മൾ B നമ്മുടെ സുഹൃത്ത് ആൻസർ പറയാണ് നോ. ഇത് ഫുൾ സെന്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ നോ, ഐ ഹവ് നെവർ ഇൻസൾട്ടഡ് ദം, ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് ഹാവ് യു എവർ? ഇവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബീനാണോ ബീങ് ആണോ ഇവിടെ ഉപയോഗിക്കേണ്ടത്? നമ്മളൊന്ന് നോക്കി നോക്കണം കേട്ടോ. ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ്? വീണ്ടും ഇവിടെ യു വന്നിട്ടുണ്ട്, അപ്പോൾ അതൊരു തെറ്റാണ്. ഇവിടെ അത് നമുക്ക് മാറ്റാം. ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ് ആണോ
ഹാവ് യു എവർ ബീങ് ഇൻസൾട്ടഡ് ആണോ? ഒന്ന് പറഞ്ഞു നോക്കാം. ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ്? ഹാവ് യു എവർ ബീങ് ഇൻസൾട്ടഡ്? പറയുമ്പോൾ രണ്ടും പ്രോബ്ലം ഇല്ല. ഓക്കെ, പക്ഷേ നമ്മൾ നോക്കേണ്ടത് തിയറിയാണ്. തിയറി നോക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറയുന്നത്. നമുക്ക് ആശയവിനിമയം നടത്തിയാൽ മാത്രം പോരാ, ലാംഗ്വേജിന് ക്വാളിറ്റി വേണം. നിയമം ഫോളോ ചെയ്തേ പറ്റൂ. ലാംഗ്വേജ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നിയമത്തോടു കൂടിയാണ്, ഗ്രാമറോട് കൂടിയാണ്. അതിൻ്റെ പ്രൂഫാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഹാവ് ഹാസ് ട്രാക്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോം ആണ്. ഇപ്പം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോം എന്താണെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഇതിവിടെ ജെറൻ ഫോം അല്ല ഉപയോഗിക്കേണ്ടത്. ഹാവ് യു ഇവിടെ പാസീവ് വോയിസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. നിന്നെ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്, അതായത് നീ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബീങ് എന്ന ഫോം അല്ല, ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ബീൻ എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ്. ഓക്കെ, ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ്? അപ്പൊ നിങ്ങൾ ഇവിടെ കൺഫ്യൂഷൻ വരും, ആകെ കൺഫ്യൂഷൻ വരും. ബേസിക് വീക്കായ സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ മെറ്റീരിയൽസ് വാങ്ങി പ്രാക്ടീസ് ആരംഭിക്കുക. PDF ഫയൽസും കേംബ്രിഡ്ജ് മെറ്റീരിയൽസും ഒക്കെ വാങ്ങി പ്രാക്ടീസ് ചെയ്യാതെ നമുക്കിതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ കിട്ടില്ല. ലാംഗ്വേജ് നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ കയ്യിൽ ബുക്ക് വേണം, PDF ഫയൽസ് വേണം. അത് മേടിക്കാൻ മടി കാണിക്കണ്ട. ഒരു ഐഡിയ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും, പക്ഷേ ടോട്ടൽ ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് ആ മെറ്റീരിയൽ നിർബന്ധമാണ്. അപ്പൊ നമ്മളിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാവ് യു എവർ എന്നുള്ള രണ്ട് ചോദ്യങ്ങളുടെ ഡിഫറൻസ് ചെയ്യാൻ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഹാവ് യു എവർ ഇൻസൾട്ടഡ്? നീ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ്? നിന്നെ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ആ വ്യത്യാസം. ഇത് പാസീവ് വോയിസ് സെന്റൻസ് ആണെങ്കിൽ ഇത് ആക്റ്റീവ് വോയിസ് സെന്റൻസ് ആണ്. ഇത് പാസീവ് വോയിസ് സെന്റൻസ് ആക്കാനായിട്ട് പാസീവ് വോയിസിന്റെ റൂൾ എന്താ? വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അതിനു മുൻപ് ബി ഉപയോഗിക്കണം. ബിയുടെ ഏത് ഫോം ഉപയോഗിക്കണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ഏത് ട്രാക്കിലാണോ നമ്മൾ ഈ പാസീവ് വോയിസ് ഫോം ആഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഇവിടെ വ്യത്യാസം, ബിയുടെ വ്യത്യാസം വരണം, ബിക്ക് വ്യത്യാസം വരണം. അപ്പോൾ ഇവിടെ ഹാവ് എന്ന ടോപ്പിക്കിലാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ബീൻ ഉപയോഗിക്കണം. ഹാവ് യു എവർ ബീൻ ഇൻസൾട്ടഡ്? നീ എപ്പോഴെങ്കിലും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതിന് ആൻസർ പറയാണ് യെസ്. വീണ്ടും അടുത്ത സെന്റൻസിലേക്ക് വരുമ്പോഴും ഞാനിവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏതാണ് ശരിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ചോദ്യം, ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് രസകരമായിരുന്നോ എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചതാണ് ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് രസകരമായിരുന്നോ. അപ്പോൾ ജെറൻ ഫോമിന്റെ ഫോം നമ്മളിവിടെ പഠിച്ചതാണ്. അപ്പോൾ അവിടെ നമ്മൾ ബീങ് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ബീൻ അല്ല ഉപയോഗിക്കേണ്ടത്, ബീങ് ആണ്. അപ്പോൾ നമ്മളിവിടെ ടിക്ക് ഇത് നമ്മൾ ക്ലിയർ ആക്കി. ഇവിടെ ചെറിയ പ്രോബ്ലം കാണുന്നുണ്ട്. എന്താ കാരണം? ഇൻസൾട്ടഡിന് ശേഷം തൊട്ടടുത്ത് തന്നെ അവിടെ സ്പേസ് പാടില്ല, അത് ക്ലിയർ ആക്കി. ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് അത് ജെറൻ ഫോം ആണ്. ബീങ് ഇൻസൾട്ടഡ് ജെറൻ ഫോം ആക്കാൻ വേണ്ടിയിട്ടാണ് ബീങ് എന്ന ഫോമും കൂടി നമ്മളിവിടെ പാസീവ് വോയിസ് ഇഫക്റ്റ് ഉള്ള ജെറൻ ഫോം ആണിത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ബീങ്ങും ഇൻസൾട്ടഡും കാണുന്നത്. ബീങ് ഇൻസൾട്ടഡ് വാസ് ഇൻട്രസ്റ്റിംഗ്. ബീങ് ഇൻസൾട്ടഡ് വാസ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ എന്താ? വാസ് ബീങ് ഇൻസൾട്ടഡ് ഇൻട്രസ്റ്റിംഗ്? ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നോ? അപ്പൊ അതിന് ആൻസർ ഇവൻ പറയാണ്, നമ്മുടെ സുഹൃത്ത് പറയാണ്, നോ, ഇറ്റ് വാസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് വാസിന്റ്. ഇവിടെ ഷോർട്ട് ഫോം ആക്കാം, വാസിന്റ്. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. ഇനി നമുക്ക് ഈ ഒരു ഫുൾ കോൺവെർസേഷൻ ഞാനത് പറഞ്ഞു കാണിച്ചു തരാണ്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന രീതിയിൽ കാണിച്ചു തരാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വോയിസ് വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. മുഴുവൻ ഇഫക്റ്റീവ് ആവുന്നില്ലെങ്കിൽ കൂടിയും അതൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടാം. ഞാനത് ശ്രമിക്കാൻ പരമാവധി നോക്കാം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കാണ്. ഹാവ് യു എവർ ഹെൽപ്ഡ് യുവർ ഫ്രണ്ട്സ്? യെസ്. How many times have you helped your friends? I've helped my friends many times. Have you ever insulted them? No. Have you ever been insulted? Yes. Was being insulted interesting? No. It wasn't interesting. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾ ആ രീതിയിൽ തന്നെ സ്വരം മാറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ പറയും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറയും.
ഓക്കെ, അപ്പൊ ഇവിടെ എയും ബിയും ഒക്കെ നിങ്ങളാണ്. അപ്പൊ രണ്ടും നമ്മളൊരു അഭിനയം എന്നുള്ള രീതിയിൽ രണ്ട് വ്യക്തികളാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്തേ പറ്റൂ, അല്ലാണ്ട് വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പൊ ഇതുപോലെ സംസാരിച്ചെടുക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഹാവ് യു എവറിന് പകരം ഹാസ് പറ്റോ? പറ്റില്ല. ഈ ഹൗ മെനി ടൈംസിന് പകരം ഹൗ മച്ച് ടൈം ഉപയോഗിക്കാൻ പറ്റോ? പറ്റില്ല. ഹാവ് യു എവർ എന്നതിന് പകരം ഹാസ് യു എവർ എന്ന് പറ്റോ? പറ്റില്ല. ഇൻസൾട്ടഡിന് പകരം ഇൻസൾട്ട് പറ്റോ? ഇൻസൾട്ടിങ് പറ്റോ? ഒന്നും പറ്റില്ല. ഇത് തിയറിയാണ്. തിയറി എന്ന് പറഞ്ഞാൽ നിയമമാണ്. അപ്പോൾ സംസാരിക്കുന്നത് നിയമത്തോടു കൂടിയാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ആൻസർ ഉള്ളൂ അതിന്, നിയമത്തോടു കൂടിയാണ്. ആ നിയമം നമ്മൾ പഠിക്കേണ്ടത് കേംബ്രിഡ്ജ് മെറ്റീരിയൽസിൽ നിന്നും നമ്മുടെ മെറ്റീരിയൽസിൽ നിന്നൊക്കെ എല്ലാമാണ്. അപ്പം നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നു, കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് നമ്മൾ റെഫർ ചെയ്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മനസ്സിലാക്കി സ്റ്റുഡൻസിന് എങ്ങനെ അത് കൃത്യമായി പറഞ്ഞു തരണം എന്ന രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു PDF ഫയലാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അതിന് വില കുറച്ച് കാണരുത്. നമുക്ക് ആകെ ചിലവാക്കേണ്ടി വരിക 500 രൂപ മാത്രമാണ്. നിങ്ങളത് ചിലവാക്കൂ. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ചിലവാക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. അത് എഫക്റ്റീവ് ആകുമോ, അത് ഗുണം ചെയ്യുമോ, അത് കുറേ നാൾ നമ്മുടെ കയ്യിൽ നിൽക്കുമോ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇമെയിലായിട്ട് ഞങ്ങൾ ഈ ഇത് ഞങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ എന്നേക്കുമായി അത് നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇമെയിലിലേക്കാണ് ഞങ്ങൾ അയച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. വളരെ ഇഫക്റ്റീവ് ആവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് PDF ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. എല്ലാ സമയത്തും നമുക്ക് ബുക്സ് കൊണ്ട് നടക്കാൻ പറ്റില്ല. PDF ഫയൽസ് ആണെങ്കിൽ നമുക്കത് കൊണ്ട് നടക്കാൻ പറ്റും. യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ബോറിംഗ് ആവുന്ന സമയത്തൊക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ലാംഗ്വേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ ലാംഗ്വേജിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തേ മതിയാവൂ, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്സ്ഫോർഡ് 3000 എന്ന ഡിക്ഷണറിയിൽ നിന്നും ഈ സെലക്ട് ചെയ്ത സെന്റൻസുകൾ പഠിക്കാൻ പോവാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അതിനുള്ള ആൻസർ നിങ്ങൾ അയക്കണം. അപ്പോൾ അതിന് മുൻപ് സ്ഥാപനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അതിന് ശേഷമായിരിക്കും ഈ 2 കാര്യങ്ങളും, ഓക്സ്ഫോർഡ് 3000 പ്ലസ് ക്വസ്റ്റ്യൻ. അത് വീഡിയോയുടെ ഏറ്റവും അവസാനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കേണ്ടതുണ്ട്. സംസാരിച്ച് മാത്രമേ നമുക്ക് ലാംഗ്വേജിന്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ വീഡിയോ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പുതിയ ആശയമാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. 5 സ്റ്റുഡൻസ് ഒരു ഗ്രൂപ്പിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. ഒരു മാസത്തേക്ക് നമുക്ക് ആകെ ചെലവ് വരാൻ 3000 രൂപയാണ്. അതുപോലെ തന്നെ 1 മണിക്കൂറാണ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ വ്യത്യസ്തമായ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ടീച്ചേഴ്സ് തരുന്ന ടോപ്പിക്സ് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അതിൽ മിസ്റ്റേക്സുകൾ ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യും. അങ്ങനെ സംസാരിച്ച് ലാംഗ്വേജിന്റെ ക്വാളിറ്റി കൂട്ടുന്ന ഒരു ഗ്രൂപ്പാണത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555666. ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ ഒരു ടീച്ചർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചർ ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം വേസ്റ്റ് ആയിരിക്കും. കാരണം റോങ് പ്രാക്ടീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനർ നിങ്ങളെ മോണിറ്റർ ചെയ്യണം, നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സ്വാഭാവികമായും നമുക്കറിയാം അത് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ എമൗണ്ട് 3000 rupees മാത്രമേ നമുക്ക് ചിലവ് വരുള്ളൂ. ആവശ്യമുള്ളവർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഈ നമ്പറിൽ വിളിക്കുക. കാരണം അധികം സ്റ്റുഡൻസിന് നമ്മളിത് ഉദ്ദേശിക്കുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ള ട്രെയിനേഴ്സിനെ വെച്ച് മാത്രമേ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുള്ളൂ. നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രെയിനേഴ്സിനെ സെലക്ട് ചെയ്ത് തരാം. ബ്രിട്ടീഷ് കൗൺസിൽ ട്രെയിൻഡ് ട്രെയിനേഴ്സ് പോലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. IELTS വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഏറ്റവും നല്ല ട്രെയിനേഴ്സ് പോലും നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഗ്രൂപ്പിൽ നമുക്ക് 5 സ്റ്റുഡൻസിനെ മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ വിളിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. 8281. ബുക്സ് വാങ്ങിക്കാൻ സാധിക്കാത്ത സ്റ്റുഡൻസിന് ഞങ്ങളിൽ നിന്നും PDF ഫയൽസ് സ്വന്തമാക്കാൻ സാധിക്കും. വീഡിയോ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഫസ്റ്റ് ലെവൽ PDF ഫയൽ നമുക്ക് 300 രൂപയാണ് ചാർജ് വരിക. സെക്കൻഡ് ലെവൽ PDF ഫയൽ 500 rupees. ടോട്ടൽ 800 rupees ആണ് ചാർജ് വരിക. പക്ഷേ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമുക്ക് 2 PDF ഫയൽസും ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് 500 rupees മാത്രമേ ചിലവ് വരികയുള്ളൂ. ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ 300 rupeesന്റെ ഫസ്റ്റ് ലെവൽ ബുക്സ് മാത്രം വാങ്ങാം.
ബുദ്ധിമുട്ടില്ലാത്തവർ ഈ സ്പെഷ്യൽ ഓഫർ നിങ്ങൾക്ക് 200 റുപ്പീസ് മാത്രമേ അതിൻ്റെ എക്സ്ട്രാ ചിലവ് വരുള്ളൂ. 2 സെറ്റ് ഫയൽസും നമുക്ക് 500 റുപ്പീസ് ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഐ വാണ്ട് ടു ബൈ PDF ഫയൽസ് എന്ന് 82815556 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PDF ഫയൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൽ ഉപയോഗിക്കാം, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ പ്രിന്റ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇമെയിൽ വഴിയാണ് ഞങ്ങൾ PDF ഫയൽസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അവസരം ഉപയോഗിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്സ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 82815556. ഇനി ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 കാര്യങ്ങളാണ്. എങ്ങനെ ബുക്സ് വാങ്ങാൻ സാധിക്കും ഞങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചാനൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ നിങ്ങൾ അംഗങ്ങളാകണം, എന്തിനു വേണ്ടി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്നത്. വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ബുക്സ് മേടിച്ചിട്ടുള്ള എല്ലാവരും നമ്മൾ വീഡിയോസിൽ പറയുന്ന കൃത്യം ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് അതായത് പേജ് നമ്പർ ഉപയോഗിച്ച് അതായത് യൂണിറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ബുക്സ് മേടിക്കാത്ത സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ടത് 82815556 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഐ വാണ്ട് ടു ബൈ കേംബ്രിഡ്ജ് ബുക്സ്. അപ്പോൾ അവർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ 82815556 എന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. അതിനുള്ള ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. വെറും 550 രൂപയാണ് നമുക്ക് ചിലവ് വരിക ഫസ്റ്റ് ലെവൽ ബുക്സുകൾക്ക്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിൻ്റെ ഒരു സ്പെഷ്യൽ ബുക്കും ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ ബുക്കും ഒരുമിച്ച് കിട്ടാനായിട്ട് ഫസ്റ്റ് ലെവൽ ബുക്സ് ലഭിക്കുന്നതിന് വേണ്ടി 550 രൂപ മാത്രമേ നിങ്ങൾക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ അത് മേടിക്കാൻ നിങ്ങൾ മടി കാണിക്കരുത്. ഒരു 60% ലാംഗ്വേജ് ക്വാളിറ്റി കൂട്ടാൻ ഫസ്റ്റ് ലെവൽ ബുക്സ് ധാരാളം മതി. ഫസ്റ്റ് ലെവൽ ബുക്സ് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സെക്കൻഡ് ലെവൽ ബുക്സ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് ലെവൽ ബുക്സ് എല്ലാവരും വാങ്ങണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും അഡ്വാൻസ് ലെവൽ സെക്ഷൻസ് നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ്, സാമ്പത്തികമായി പ്രശ്നമില്ല എന്നുള്ള സ്റ്റുഡൻസ് മാത്രമാണ് അത്തരം ബുക്സ് വാങ്ങിക്കേണ്ടത്. അത് നമുക്ക് ചിലവ് വരാം 1050 രൂപയാണ്. ഫസ്റ്റ് ലെവൽ ബുക്സും സെക്കൻഡ് ലെവൽ ബുക്സും നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ സാധിക്കും. ടോട്ടൽ 1500 അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ബുക്സ് എല്ലാ ബുക്സും കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ സാധിക്കും. ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്മെന്റ് കോഴ്സ് എന്നൊരു ബുക്കും കൂടിയും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 60 to 70% ഡിഫറൻസ് വരുത്താൻ പറ്റുന്നൊരു ബുക്കാണിത്. 550 രൂപയാണ് അതിനും ചാർജ് വരാം. അതിനും നിങ്ങൾ വിളിക്കേണ്ടത് 82815556 എന്ന സെയിം നമ്പറിലേക്കാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പഴയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുക. കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് 365 ഡേയ്സ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല റേഞ്ചിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യം ഓർഡറിൽ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം പല സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 200ഓളം ടോപ്പിക്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. അതിൽ തന്നെ പാസീവ് വോയിസ്, ആക്റ്റീവ് വോയിസ്, അഡ്ജക്റ്റീവ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വളരെ ടഫാണ്. ബുക്സ് ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ എളുപ്പമല്ല. കാരണം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ചെയ്യേണ്ടത് ബുക്ക് വാങ്ങി കൃത്യം ഓർഡറിൽ പഠിച്ചു പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചാനൽ എങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന കാര്യമാണ്. നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റുകളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം സിമ്പിൾ ടോപ്പിക്സ്, ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഏറ്റവും ബേസിക് ലെവൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, ഗ്രാമർ ക്ലാസ്സസ് എല്ലാം നമുക്ക് വരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് മലയാളം സിമ്പിൾ ടോപ്പിക്സ് എന്ന പ്ലേലിസ്റ്റിലായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റ് കുറച്ചും കൂടി അഡ്വാൻസ് ലെവൽ ടോപ്പിക്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ റേഞ്ച് അനുസരിച്ച് ബേസിക് ലെവൽ ടോപ്പിക്സോ അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ടോപ്പിക്സോ നിങ്ങൾ സെലക്ട് ചെയ്യണം. അതുപോലെ 1 മിനിറ്റ് ഗ്രാമർ സിമ്പിൾ ടോപ്പിക്സുകളെല്ലാം അധികം ടൈം വരാത്ത വീഡിയോസ് നമ്മൾ കൊടുക്കുന്നത് 1 മിനിറ്റ് ഗ്രാമർ എന്ന പ്ലേലിസ്റ്റിലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാമർ ഐഡിയാസ് എല്ലാം നമ്മൾ പ്ലേലിസ്റ്റുകളിൽ തരംതിരിച്ചിട്ടുണ്ട്. ഉദാഹരണം പാസീവ് വോയിസ്, അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ IELTS റൈറ്റിംഗ് കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് നമ്മൾ റൈറ്റിങ്ങിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി 2 കാര്യം പറയാനുള്ളത്, ഒന്ന് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ നിങ്ങൾ അംഗങ്ങളാകണം എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം തിയറി, പ്രാക്ടീസ്, അപ്ലിക്കേഷൻ. ഇതാണ് നമ്മുടെ മെത്തേഡ്.
വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ തിയറി മനസ്സിലാക്കും. അതിനുശേഷം കേംബ്രിഡ്ജ് മെറ്റീരിയൽസ് ഉപയോഗിച്ചും ഞങ്ങൾ സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ബുക്സുകൾ ഉപയോഗിച്ചും PDF ഫയൽസ് ഉപയോഗിച്ചും നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം അപ്ലിക്കേഷൻ, അത് നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്ലിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഫ്രണ്ട്സുമായി ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ എന്ന രീതി ഉപയോഗിക്കണം. അത് വീഡിയോസിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട്. 82815556 എന്ന ഈ നമ്പറിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗങ്ങളാകണം. കാരണം നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കും. അതുകൂടാതെ ചില മെറ്റീരിയൽസ്, അതായത് നിങ്ങൾക്ക് ചില ടോപ്പിക്സിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൂഫ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പ്രൂഫൊക്കെ നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിലൊരു പ്രത്യേകത, ഞങ്ങൾക്ക് മാത്രം മെസ്സേജ് അയക്കാവുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എല്ലാ സ്റ്റുഡൻസിനും മെസ്സേജ് അയക്കാവുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്റ്റർബൻസ് ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ നിന്നുള്ള മെറ്റീരിയൽസ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വേറെ ശല്യങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് മൈ നമ്പർ എന്ന ഒരു മെസ്സേജ് 82815556 എന്ന നമ്പറിലേക്ക് അയക്കുക. അവർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ 82815556 എന്ന ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത് ഇപ്രകാരമാണ്: പ്ലീസ് ആഡ് മൈ നമ്പർ. ഈ കോൺവെർസേഷൻ എന്ന രീതിയിൽ നമ്മൾ തരുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളൊന്ന് അറിയിക്കണം. കോൺവെർസേഷൻ മെത്തേഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ, അങ്ങനെ എന്തെങ്കിലും ഒന്നൊരു കമൻറ്റ്സ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഓക്സ്ഫോർഡ് 3000 അത് ആഡ് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസസ്, ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസസ് ആർ യൂസ്ഫുൾ. അതൊന്നൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ, അത് ഈ ക്വസ്റ്റ്യൻ അയക്കുന്ന പോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ അയക്കുന്ന പോലെ ഞങ്ങളുടെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് ഒരു കമൻസ് അയക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഒരു കാര്യം, അഡ്വർടൈസ്മെൻറ്റ് നമുക്കറിയാം. ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഞങ്ങളിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോഫിറ്റാണ്, ഞങ്ങൾക്കുള്ള വരുമാനമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിൽ നിങ്ങളത് സഹകരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് പല സിറ്റുവേഷനിലും നമുക്ക് അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളത് റെഗുലറായിട്ട് വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസിന് നമുക്കറിയാം എവിടെയാണ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നതെന്നുള്ളത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. അതുപോലെ ചെറിയ രീതിയിൽ നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ്സ് അത് സ്വാഭാവികമായിട്ടും വീഡിയോയുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യുക. ഇടയ്ക്കൊക്കെ നിങ്ങൾ വരുന്നത് കാണാൻ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത്. ഓക്കെ, അങ്ങനെയാണല്ലോ ഞങ്ങൾക്കും വരുമാനം ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്കിനി നമ്മൾ തരാൻ പോകുന്നത് ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസുകളാണ്. 4-5 സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്ത് തരുന്നു. നമുക്ക് ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അത് നമുക്ക് ഒട്ടും മടി തോന്നേണ്ട അത് കേൾക്കുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ പഠിക്കുന്നത് വെറുതെ ഏതെങ്കിലും വാക്കുകളല്ല, നമുക്ക് ഏറ്റവും ആവശ്യമുള്ള വാക്കുകളാണ്. ക്ഷമയോടുകൂടി നമുക്കത് കേൾക്കാം. ചിലത് സിമ്പിളായിരിക്കും, ചിലത് ടഫായിരിക്കും. എല്ലാം കേൾക്കണം. കാരണം ഇതിന് 2 ഉദ്ദേശമുണ്ട്. ഓക്സ്ഫോർഡ് 3000 സെൻറ്റൻസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലഭിക്കും. കാരണം എന്താ, പലതും നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. നമുക്ക് ഇത്രയും വാക്കുകൾ അറിയാവുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. കൂടാതെ പല വാക്കുകളും നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഓക്സ്ഫോർഡ് 3000 പോകാം. അതേസമയം വേസ്റ്റ് ആക്കുന്നില്ല. നമ്മളൊരു 5 സെൻറ്റൻസുകൾ ഓക്സ്ഫോർഡ് 3000 ഡിക്ഷണറിയിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എല്ലാം നോക്കുമ്പോൾ നൗൺസ് ആണ് നമ്മളിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഗ്രാമർ ഐഡിയ നമുക്ക് ലഭിക്കും. ഫസ്റ്റ് സെൻറ്റൻസ് വായിക്കാം. ഫസ്റ്റ് ക്ലാസ് അക്കോമഡേഷൻ ഈസ് അവൈലബിൾ ഓൺ ഓൾ ഫ്ലൈറ്റ്സ്. എല്ലാ ഫ്ലൈറ്റ്സിലും, ഓൺ ഓൾ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റ്സിലും ഫസ്റ്റ് ക്ലാസ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് എന്നാണ് അർത്ഥം. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓൺ ഓൾ ഫ്ലൈറ്റ്സ് എന്നാണോ ഇൻ ഓൾ ഫ്ലൈറ്റ്സ് എന്നാണോ ശരി? കൺഫ്യൂഷൻ വന്നേക്കാം. എല്ലാ ഫ്ലൈറ്റ്സിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്നത് ഇൻ ആണ്. പക്ഷെ നമ്മളിവിടെ കണ്ടത് എന്താ, ഓൺ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ. ഫ്ലൈറ്റ്, അതുപോലെ തന്നെ ബസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ട്രെയിൻ,
ഷിപ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മൾ ഓൺ ആണ് വെക്കേണ്ടത്. അപ്പോൾ അതായത് ഞാനൊരു ബസ്സിലാണെന്ന് പറയുമ്പോൾ ഞാൻ പറയേണ്ടത് ഐ ആം ഓൺ എ ബസ്. അപ്പം നമ്മൾ ചിന്തിക്കുക ഓൺ എന്ന് പറഞ്ഞാൽ മോളിൽ നിന്നല്ലേ പഠിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആക്കാൻ PDF ഫയൽസും മെറ്റീരിയൽസും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കാറിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. ഐ ആം ഇൻ എ കാർ, ഞാനൊരു കാറിലാണ്. അതെന്താ അങ്ങനെ? അത് തിയറിയാണ്, അത് നമ്മൾ പഠിച്ചെടുക്കണം. ബുക്സ് നോക്കി PDF ഫയൽസ് നോക്കി പഠിക്കുക. ഐ ആം ഓൺ എ ബസ്, ഞാനൊരു ബസ്സിലാണ്. ഐ ആം ഓൺ എ ഫ്ലൈറ്റ്, ഞാനൊരു ഫ്ലൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓൺ ആണ്. അടുത്ത സെൻസിലേക്ക് പോവാം. They were proud of their children's achievements. കുട്ടികളുടെ അച്ചീവ്മെന്റ്സിൽ, അവരുടെ കുട്ടികളുടെ അച്ചീവ്മെന്റ്സിൽ, നേട്ടങ്ങളിൽ അവർക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നർത്ഥം. അഭിമാനം ഉണ്ടെന്നല്ല, അഭിമാനമുണ്ടായിരുന്നു. They were, they are എന്നാണെങ്കിൽ അഭിമാനം ഉണ്ട് എന്നാവും. They were എന്നാകുമ്പോൾ അഭിമാനമുണ്ടായിരുന്നു, പാസ്റ്റ് കാര്യമാണ് പറയുന്നത്. They were proud of their children's achievements. അപ്പോൾ വാക്കുകൾ മാത്രം പഠിച്ചു പോവല്ല നമ്മൾ ചെയ്യുന്നത്, സെന്റൻസുകൾ അടക്കമാണ് പഠിക്കുന്നത്. അപ്പോൾ ഗ്രാമർ ഐഡിയയും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ. എല്ലാം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ അതൊന്ന് മെസ്സേജ് ആയിട്ട് ഞങ്ങൾ അറിയിക്കണം. അടുത്ത സെൻസിലേക്ക് പോവാം. നമുക്ക് ഫസ്റ്റ് തന്നെ SOUR ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഒന്ന് നമുക്ക് നോക്കാം. സാവർ. നമ്മൾ സാധാരണ സോർ എന്നാണ് നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്തൊക്കെ നമ്മൾ കോളേജിലും സ്കൂളിലൊക്കെ ആയ സമയത്ത് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ റിയൽ പ്രൊനൗൺസിയേഷൻ നമ്മൾ കേൾക്കാണ്. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം കേൾക്കാണ്. സാവർ. അപ്പം ഇനി മുതൽ നമ്മൾ പരമാവധി ഇങ്ങനെ പറയാൻ ശ്രമിക്കണം. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മുമ്പ് പഠിച്ച, നമ്മൾ മുമ്പ് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അറിയാതെ തെറ്റ് വന്നേക്കാം. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞേക്കുന്നതാണ്. തെറ്റ് വരാണെങ്കിൽ വരട്ടെ, മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. അപ്പം നമ്മൾ ഡിക്ഷണറി ഉപയോഗിച്ച് നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, സ്വാഭാവികമായും കുറെ തെറ്റുകൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പല തെറ്റുകൾ നമ്മൾക്ക് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ ബാധകമാണ്. അപ്പോൾ തെറ്റുകൾ കാണുമ്പോൾ പരസ്പരം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുമ്പോഴും നമ്മളതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ വാക്കുകളുടെയും ഉച്ചാരണം ശരിയല്ലേ എന്നൊക്കെ വളരെ കൃത്യമായി ചെക്ക് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പ്രത്യേകിച്ച് നമുക്കുള്ള അറിവുള്ള കാര്യങ്ങൾ കൂടിയും ഞങ്ങൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യും, കാരണം മിസ്റ്റേക്സ് വരാതിരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മുടെ വീഡിയോയിൽ കാണുകയാണെങ്കിൽ കൂടി നിങ്ങൾ ഞങ്ങളത് മെസ്സേജ് അറിയിക്കണം. അപ്പോൾ തെറ്റുകൾ വരട്ടെ, തെറ്റുകൾ വരുമ്പോൾ നമുക്കത് കറക്റ്റ് ചെയ്യാം. നമുക്ക് സെന്റൻസ് അങ്ങനെ തന്നെ വായിക്കാം. Acids are usually sour and can often burn holes in or damage things they touch. അപ്പോൾ ആസിഡ്സ് പുളിപ്പുള്ളതാണ്, പുളി രസമുള്ളതാണ്. അത് മാത്രമല്ല, അത് തൊടുന്ന വസ്തുക്കൾക്ക് ഡാമേജ് വരുത്തുകയോ അല്ലെങ്കിൽ ഹോളായി പോകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകും. അപ്പം അത്രയും പവർഫുൾ ആണ് ആസിഡ്സ് എന്നാണ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സെന്റൻസ് 2 പ്രാവശ്യം വായിക്കാം. Acids are usually sour and can often burn holes in or damage things they touch. ഇങ്ങനെ വായിച്ച് ലാംഗ്വേജുമായിട്ട് പരിചയം വരണം. അടുത്ത സെൻസിലേക്ക് പോകാം. Don't take her seriously. അവളെ സീരിയസ് ആയിട്ട് പരിഗണിക്കണ്ട. അവൾ പറയുന്നത് സീരിയസ് ആയിട്ട് പരിഗണിക്കണ്ട എന്നർത്ഥം. ഇറ്റ്സ് ഓൾ an act. അതെല്ലാം ഒരു അഭിനയമാണ്. അപ്പോൾ അവൾ പറയുന്നത് അല്ലെങ്കിൽ അവൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അഭിനയമാണ്. അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ട സെന്റൻസുകളാണ്. ഡോണ്ട് ടേക്ക് ഹർ സീരിയസ്ലി, ഡോണ്ട് ടേക്ക് ഹിം സീരിയസ്ലി, ഡോണ്ട് ടേക്ക് യുവർ ഫ്രണ്ട്സ് സീരിയസ്ലി. ഓക്കെ, അതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. അടുത്ത സെന്റൻസിലേക്ക് പോവാം. ഹർ ക്വിക്ക് ആക്ഷൻ സേവ് ദ ചൈൽഡ്സ് ലൈഫ്. അവളുടെ പെട്ടെന്നുള്ള ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അവളുടെ പ്രവൃത്തി എന്നർത്ഥം. അവളുടെ പെട്ടെന്നുള്ള ആ പ്രവൃത്തി ആരെ സേവ് ചെയ്തു? കുട്ടിയുടെ ജീവിതം സേവ് ചെയ്തു. ഹർ ക്വിക്ക് ആക്ഷൻ സേവ് ദ ചൈൽഡ്സ് ലൈഫ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിക്കണം സെന്റൻസുകൾ. ഇതൊക്കെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുക, ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ വേറെ സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ ബോറിംഗ് ആണ്, ഈ സെന്റൻസ് പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, പുതിയ വാക്ക് പഠിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശം നിങ്ങൾ ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കേണ്ട.
നിങ്ങൾ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കുറച്ച് ബോറിംഗ് ആണ്. ലാംഗ്വേജ് പഠിക്കല് കുറച്ച് എഫർട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് പെയിൻ എടുക്കാം, നാളെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ലാംഗ്വേജിന്റെ ക്വാളിറ്റി കൂടുമ്പോൾ നമ്മളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യും, നല്ല ജോബ് ലഭിക്കും, നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും. അതൊന്നും നമ്മൾ മറക്കരുത്. അപ്പോൾ ലാംഗ്വേജ് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ തയ്യാറാവുക, സമയം കൊടുക്കുക ലാംഗ്വേജിന് വേണ്ടി, ക്ഷമയോടുകൂടി. അതുപോലെ തന്നെ ഈ വീഡിയോസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ പറയാം, വെറുതെ നിങ്ങൾ ഓടിച്ചു വിടരുത്. ഒക്കെ ഒരു വീഡിയോയുടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് കാണരുത്. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പല കൊച്ചു കൊച്ചു കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം നിങ്ങൾക്ക്. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു അരമണിക്കൂർ വീഡിയോയിൽ 20 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് യൂസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റോ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകാം, റെപ്പിറ്റേഷൻ ഉണ്ടാകാം. ഓക്കെ, പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, റെപ്പിറ്റേഷൻ ഈസ് എ മദർ ഓഫ് മെമ്മറി. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സുകൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ശരിയായ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ബോറിംഗ് ആണെന്ന് പറയരുത്. ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയച്ചു തരണം. നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കേണ്ടത്, നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആഡ് എ പബ്ലിക് കമൻറ്റ് എന്ന ഒരു ഏരിയ കാണും. അവിടെയാണ് നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കേണ്ടത്. വീഡിയോസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട് അതെല്ലാം. അപ്പം ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റോ ശരിയായിക്കോട്ടെ, നിങ്ങൾ മെസ്സേജ് ആയിട്ട് അയക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് വേണ്ടുവോളം മെസ്സേജുകളാണ്. അപ്പോൾ അതിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരും. അതിനുള്ള വീഡിയോസ് ഞങ്ങൾ അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകൾക്കുള്ള ആൻസറാണ് ഞങ്ങൾ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, I've got 2 mobiles. I have 2 mobiles. I've 2 mobiles. ഇതിൽ ഏതൊക്കെ ശരി സെന്റൻസുകൾ ഉണ്ട്? അതായത് എനിക്ക് 2 മൊബൈലുകൾ ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? ഏതൊക്കെ സെന്റൻസുകൾ ശരിയാണ്? ഇനി എല്ലാ സെന്റൻസും തെറ്റാണെങ്കിൽ നമ്മൾ ശരിയായ സെന്റൻസ് എന്താണെന്നുള്ള എഴുതണം. ഇനി ഏതൊക്കെ സെന്റൻസ് ശരിയുണ്ടോ അത് എഴുതാം. ഇനി എല്ലാം തെറ്റാണെങ്കിൽ വേറെ സെന്റൻസ് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. എനിക്ക് 2 മൊബൈലുകൾ ഉണ്ട്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റേ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പല സ്റ്റുഡൻസും എനേബിൾ ചെയ്തിട്ടില്ല. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പം തന്നെ നോക്കൂ. എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ കയ്യോടെ തന്നെ എനേബിൾ ചെയ്യൂ. കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ പറയുന്നത്. പൈസ ചിലവില്ലാത്ത കാര്യമല്ലേ. അതുപോലെ തന്നെ PDF ഫയൽസ് ഇതുവരെ മേടിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു തീരുമാനം ഇപ്പം തന്നെ എടുക്കുക. വെറും 500 രൂപയല്ലേ നമുക്ക് ചിലവ് വരുള്ളൂ. PDF ഫയൽസ് വാങ്ങൂ, ഞങ്ങളെ തിരിച്ചും സപ്പോർട്ട് ചെയ്യൂ. എങ്കിൽ മാത്രമേ നമുക്കിത് റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ഒരു PDF ഫയൽസ് ഞങ്ങളിന്ന് വാങ്ങുമ്പോൾ അതിൽ ചെറിയ വരുമാനം നമുക്കുണ്ട്. ആ വരുമാനം കൊണ്ടാണല്ലോ നമ്മൾ എത്ര സമയമാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ എഫർട്ട് എടുത്ത്, അതായത് ഏകദേശം 8 വർഷത്തെ എഫർട്ടോട് ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയലാണ് നിങ്ങൾക്ക് PDF ഫയൽ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ആവശ്യം മനസ്സിലാക്കി പല സ്റ്റുഡൻസിനെ പഠിപ്പിച്ച എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെ റേഞ്ചിലുള്ള സ്റ്റുഡൻസാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക, അവർക്ക് ഏത് രീതിയിൽ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കണം, എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്യേണ്ടത് എന്നൊക്കെ ശരിയായ രീതിയിൽ സ്റ്റഡി ചെയ്തതിന് ശേഷം 8 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മടി കാണിക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു 5 ഫ്രണ്ട്സിനെങ്കിലും നമ്മളത് ഫോർവേഡ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം, സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ 2 വീഡിയോസിൽ ഏതെങ്കിലും ഒന്ന് വാച്ച് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.